ഇവരെ കൊണ്ടോ ആര് കെട്ടുന്നു ബ്രൈഡിന്റെ പേരിൽ ഇവിടെ എഴുതുന്നേ ഇങ്ങനെ മതി ചക്കാലക്കൽ ഏതൊരു മാതാപിതാക്കളുടെയും പോലെ നമ്മുടെയും ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. അവരുടെ ഇഷ്ടത്തിനെല്ലാം നമ്മൾ എക്കാലത്തും കൂട്ടും തന്നെ ഉള്ളു. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അവന് അമ്മ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇതാണ്. ഇപ്പോഴും ഞാൻ അവന് എന്താ പറയുക ചോറ് വാരി കൊടുത്ത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വിഷമമായി. പിന്നെ വന്ന് കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, സോറി പറയുക. അവനിഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് അവനിഷ്ടപ്പെട്ടതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഒത്തിരി ഇഷ്ടമാണ് മോളെ. അവനിഷ്ടമുള്ള ലൈഫ്, അവന് ഇഷ്ടമുള്ള ആളെ സെലക്ട് ചെയ്തു, നമ്മളതിനെ അംഗീകരിച്ചു. അവൻ്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. ഞങ്ങളിപ്പം 32 വർഷമായി അല്ലേ? അതെ, 32 വർഷം. അപ്പോൾ നമ്മൾ കൊച്ചു പിണക്കളും കാര്യങ്ങളൊക്കെ നമ്മളുണ്ടെങ്കിലും അത് നമ്മൾ എന്താ പറയുക, പ്രശ്നങ്ങൾ പിണക്കങ്ങൾ കൊച്ചു കാര്യങ്ങളൊന്നും എന്നതാണെങ്കിലും മറ്റുള്ളവർക്ക് ഒരിക്കലും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ പിന്നെ കൈകാര്യം ചെയ്യുന്നത്. നൈറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളത് സോൾവ് ആക്കി. അതുപോലെ ആയിരിക്കട്ടെ അവർ. പിന്നെ അവർ നല്ല കോംപ്രമൈസ് അതാണ്. ഞാനും ഒന്നാണേ, കാലം തന്ന വിധിയാണേ. ഇങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു മാറ്റം ഒതുങ്ങി. അതെ, ആ ക്രോണിക് ബാക്ക് ഞാൻ കവിത എഴുതും മൊഴി നീ പൂങ്കൊടി. പണ്ടത്തെ ചേട്ടായും ഇപ്പത്തെ ചേട്ടായി ഞങ്ങളുടെ ഹിറ്റ്ലറാണ്. സകലം നീ ചേച്ചിനെ നമുക്കറിയാം. ലൈക്ക് ആസ് എ കൊളീഗ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് അറിയായിരുന്നു. ആള് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, വെരി ഡൗൺ ടു എർത്ത്. ആദ്യമൊക്കെ ഞങ്ങൾ എന്താ പറയുക നല്ലൊരു കൊളീഗ്സ് ആയിരുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന നല്ല ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. അപ്പോൾ പതുക്കെ ഞങ്ങൾ തമ്മിൽ എന്താ പറയുക ഒരു കെമിസ്ട്രി ബിൽഡപ്പ് ആവാൻ തുടങ്ങി. നമ്മൾ പോലും അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രപ്പോസ് പോലും ചെയ്യാണ്ട് തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ തമ്മി മനസ്സിലായി തുടങ്ങി. എന്തോ ഒരു കണക്ഷൻ നമുക്ക് ഇടയ്ക്ക് വെച്ച് ഫീൽ ചെയ്തു. പ്രപ്പോസൽ വേറൊന്നല്ല, ഞാൻ ചോദിച്ചു വേറൊരു വൈബ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഞാനും പറഞ്ഞു എനിക്കും അങ്ങോട്ട് ഇഷ്ടമാണ്. എനിക്ക് അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവൾ ഭയങ്കര ജെനുവിനാണ്. അടുത്തിടപഴകി കഴിഞ്ഞാൽ ഇത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾ വേറെയില്ല. ചക്കാലക്കൽ ഹൗസിൽ താമസിക്കും CJ ജോസഫ് എന്നവരുടെ മകൾ ജുവൽ മരിയ ജോസ് എന്ന ഞാൻ ഈ നിൽക്കുന്ന ചിറക്കൽ ഹൗസിൽ താമസിക്കും ശിവദാസൻ എന്നവരുടെ മകൻ വൈഷ്ണവ് സി ദാസ് എന്നിവരെ എൻ്റെ നിയമാനുസൃത ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. ചക്കാലക്കൽ ഹൗസിൽ താമസിക്കും ശിവദാസൻ എന്നവരുടെ മകൻ വൈഷ്ണവ് സീദാസ് എന്ന ഞാൻ ഈ നിൽക്കുന്ന ചക്കാലക്കൽ ഹൗസിൽ താമസിക്കും CJ ജോസഫ് എന്നവരുടെ മകൾ ജുവൽ മരിയ ജോസ് എന്നവരെ എൻ്റെ നിയമാനുസൃത ഭാര്യയായി സ്വീകരിക്കുന്നു.